2 വർഷം മുൻപ് ഒരു തിങ്കളാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 2017 മാർച്ച് 6-ാം തീയതി, കൊച്ചി കായലിൽ ഗോശ്രീ പാലത്തിനു കീഴെ 18-കാരിയായ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു. പിറവം സ്വദേശിനിയായ ആ വിദ്യാർത്ഥിനിയുടെ മരണം ബാക്കിവെച്ചത് ഇനിയും കുരുക്കഴിയാത്ത അനേകമായിരം ചോദ്യങ്ങൾ. തിരോധാനത്തിന് മുൻപും പിൻപും മറഞ്ഞിരുന്ന നാടകീയ സംഭവങ്ങളിലേക്കും പെൺകുട്ടിയുടെ മരണത്തിന് തിരക്കഥ രചിച്ച അജ്ഞാതരായ ചിലരിലേക്കും CID 24-ന്റെ അന്വേഷണ യാത്ര. രണ്ടു വർഷത്തോളം ആദ്യം ലോക്കൽ പോലീസും പിന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ഒരു മരണം. അത് കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ വ്യക്തമായ ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാണാതാവുകയും അവസാനം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇതാദ്യമല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൃത്യമായ തെളിവുകളോടെ പ്രതിയെ കണ്ടെത്തിയാലും ശിക്ഷിക്കപ്പെടുന്നത് അപൂർവമാണ്. മിഷേലിന്റെ മരണം അത് ആത്മഹത്യയോ കൊലപാതകമോ? യാഥാർത്ഥ്യം കണ്ടെത്താൻ CID 24. 2017 മാർച്ച് 5-ന് എറണാകുളം കച്ചേരിപ്പടിയിലെ ഹോസ്റ്റലിൽ നിന്നും വൈകിട്ട് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പോയ മിഷേൽ ഷാജി വർഗീസ് പിന്നെ തിരികെ വന്നിട്ടില്ല. തിരികെ എത്തിയത് മിഷേലിന്റെ ചേതനയേറ്റ ശരീരം. കൊച്ചി കായലിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം ഗോശ്രീ പാലത്തിൽ നിന്നും ചാടി മിഷേൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ മിഷേൽ ആത്മഹത്യ ചെയ്യില്ലെന്ന് വീട്ടുകാരും. അപായപ്പെടുത്തിയത് തന്നെയാണെന്ന് 100% ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ആ കുട്ടി അങ്ങനെ ചെയ്യില്ല. കാരണം കുടുംബത്തോടും ഞങ്ങളോടും വളരെ അറ്റാച്ച്മെൻറ്റും വളരെ സ്നേഹവുമാണ്. പ്രത്യേകിച്ച് അവളുടെ ബ്രദറിൻ്റെ മുഖം അവർക്ക് മറക്കാൻ പറ്റത്തില്ല. എപ്പോഴും അവൻ്റെ ചിന്തയുണ്ടാവും. ആ മുഖം മറന്ന് അവൾ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് 100% ഉറപ്പാണ്. മിഷേലിന്റെ കുടുംബം വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നുണ്ട് ഇതൊരു കൊലപാതകമാണ്. മിഷേൽ ഷാജി വർഗീസിന്റെ മരണം വെറുമൊരു ആത്മഹത്യയെന്ന് പോലീസ് വിധിയെഴുതി. ആ മരണത്തിന്റെ യാഥാർത്ഥ്യമറിയാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. മിഷേല് 5-ാം തീയതി വൈകുന്നേരം പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു. അന്ന് കാലത്തെ ഞങ്ങൾ മമ്മിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി ഞങ്ങളോട് സംസാരിച്ചു, മമ്മിയായിട്ട് സംസാരിച്ചു. മോള് പള്ളിയിൽ പോവും, പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്നാണ് 3 മണിക്കും ഞങ്ങളോട് സംസാരിച്ചത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോൾ മോളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ എന്നും ചോദിച്ച്. അന്ന് വരാൻ പറ്റിയല്ല, അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നല്ല സന്തോഷമായിട്ട് സംസാരിച്ച് ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഫോൺ വെച്ചത്. ഞാൻ തന്നെ പറഞ്ഞു വെക്കുമോളെ ഫോൺ വയ്ക്കുക, എനിക്ക് ഒത്തിരി പണിയുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ വെക്കുമോ, ഞാൻ പിന്നെ വിളിക്കാം. അന്ന് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഫോൺ വിളിച്ചു. അപ്പോഴേക്കും പപ്പയും അമ്മയും കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയോട് സംസാരിച്ചു. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു നമുക്കൊരു മൂവി കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നോട് പറഞ്ഞു പപ്പയോടും അമ്മയോടും പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ നമുക്ക് ഒന്നിച്ച് പോയി സിനിമ ആണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിച്ച് പിന്നെ എറണാകുളത്ത് ഞങ്ങൾ 3 പേരും ചെന്നിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാം, പിന്നെ എവിടെയൊക്കെ പോവാം എന്നൊക്കെ കുറേ നേരം പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് സംസാരിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്ന് 7 മണിക്ക് മുമ്പാണ് കൊച്ചു ശരിക്കും ഹോസ്റ്റലിൽ കയറേണ്ടത്. അപ്പോൾ 7 മണി വരെ ഇവിടെ വീട്ടിൽ കുറച്ച് തിരക്ക് ഓരോ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് 7 മണി കഴിഞ്ഞു പോയത് മമ്മി പെട്ടെന്ന് ആ സമയത്ത് അറിഞ്ഞില്ല. 8 മണിക്ക് ശേഷമാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. മിഷേല് ഹോസ്റ്റലിൽ വന്നിട്ടില്ല. ഹോസ്റ്റലിൽ ചെന്ന മോള് കാണാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുക എന്നുള്ളൊരു, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മോളെ കണ്ടുപിടിച്ച് അവർ തരും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഓടി പോകുന്നത് അങ്ങോട്ട്. മകളെ കാണാതായെന്ന വാർത്ത അറിഞ്ഞതു മുതൽ നെഞ്ചിൽ തീയുമായി എങ്ങോട്ടെന്നറിയാതെ തേടിയിറങ്ങിയ മിഷേലിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് തികഞ്ഞ അവഗണന മാത്രം. ഈ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സുമായിട്ട് ഇതിന് എതിർവശത്തുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആവശ്യപ്പെടുകയാണ്, സാർ ഞങ്ങളുടെ മോള് വൈകുന്നേരം പള്ളിയിൽ പോയതാണ്, ഈ ഹോസ്റ്റലിൽ 7 മണിക്ക് മുമ്പ് കയറേണ്ടതായിരുന്നു, ഇപ്പോൾ തിരിച്ചിട്ട് അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊച്ചിൻ്റെ ഫോൺ സെർച്ച് ചെയ്ത്
ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തിയാൽ കൊച്ച് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്യുക സാറേ എന്ന് ആണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, അയ്യോ ഇത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഇതല്ല, ഇത് കസബ സ്റ്റേഷനാണ് നിങ്ങളുടെ അതിർത്തി, അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, അതാണ് നല്ലത്. അന്ന് നമ്മുടെ വിചാരം കൊച്ചിനെ എപ്പോഴും എങ്ങനെയെങ്കിലും എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ള ആ വലിയ ദുഃഖത്തോടു കൂടി സഞ്ചരിക്കുമ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഉടനെ തന്നെ കസബ സ്റ്റേഷനിലേക്ക് പോയി. അവരൊരു 5-6 പോലീസുകാർ ചുറ്റും ഇരുന്ന് ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കുകയായിരുന്നു. അവർ വളരെ കഥ കേൾക്കുന്ന പോലെ കേട്ടിരുന്നു, അയ്യോ ഇത് നിങ്ങൾ ഈ പരാതി പറയണത് ഇവിടെയല്ലല്ലോ, ഇത് സെൻട്രൽ സ്റ്റേഷനിലാണല്ലോ പറയേണ്ടത്, നിങ്ങൾ നേരെ സെൻട്രൽ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ അകത്തോട്ട് പോലും കയറ്റിയില്ല, പുറത്ത് നിന്ന് മുറ്റത്ത് നിന്ന് സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അതിന് മുമ്പ് 2 സ്റ്റേഷനിൽ പോയല്ലോ, അടുത്ത് ഓരോ സ്ഥലത്തും ഓടി ചെല്ലുമ്പോൾ അവിടുന്ന് അവർ അന്വേഷിച്ച് നമുക്ക് കണ്ടുപിടിച്ച് തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഓടുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഈ പോലീസുകാരൻ കൈ പുറകിലും കെട്ടി നിന്നിട്ട് കഥകളൊക്കെ കേട്ടിട്ട് പറയുക രാവിലെ 8:30 വന്ന്. അത് കഴിഞ്ഞ് പല രീതിയിൽ നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, മോള് പള്ളിയിൽ ചെന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം, CCTV ക്യാമറയിലൊന്ന് നോക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ തന്നെ പോയാൽ മതി, അവരെന്തായാലും നേരം വെളുക്കാണ്ട് വരത്തില്ല. ഉടനെ ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പള്ളിയിലെ അച്ഛനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ദൈവകൃപയാൽ സാധിച്ചു. അങ്ങനെ ആ സിസ്റ്റർ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഞങ്ങളോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കൊച്ച് പള്ളിയിൽ വരുന്നതും പള്ളിയകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതുമായ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ കൊച്ച് പള്ളിയിൽ വന്നെന്നും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ എത്തുകയാണ്. ഈ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ സാർ കൊച്ച് പള്ളിയിൽ എത്തിയിട്ടുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഈ ഫോൺ കോൾ ഒന്ന് സെർച്ച് ചെയ്ത് കൊച്ചിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി ഒന്ന് അന്വേഷിക്കും സാർ. അപ്പോഴും അവർ പറയുന്നു നിങ്ങൾ രാവിലെ 8:30 വന്നാലേ മതി, അന്നേരം അന്വേഷിക്കാം. അങ്ങനെ ലാസ്റ്റ് സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പയെ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ വന്നിരിക്കുന്നത്? എനിക്കൊരു സംശയമായിപ്പോയി. കാരണം ഇവരൊക്കെ എന്തോ അനങ്ങാത്ത രീതിയിൽ, നമ്മൾ ശരിക്കും ഒരു മരത്തോട് ചെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഒരനക്കവും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ പിടിച്ച. കാരണം മോളൊരു പള്ളിയുടെ ദൃശ്യത്തിൽ നിന്നാണല്ലോ പോണത്. അത് ഒരു ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരു അഡറേഷൻ ചാപ്പൽ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മോള്, അതും അന്തോണീസ് പുണ്യാളൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ഏറ്റവും ശക്തമായ ഒരു പള്ളിയായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് പോയത് എൻ്റെ കുഞ്ഞിനൊരു അപകടവും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോഴെല്ലാം നടക്കണം. പോലീസ് ആസൂത്രിതമായി ആദ്യ സമയത്തുണ്ടായിരുന്ന സമയങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ കേസിനെ വഴിതിരിച്ചു വിടുവാനും ഇതൊരു ആത്മഹത്യയാണെന്ന് ചിത്രീകരിച്ച് സമൂഹത്തെ അറിയിക്കുവാനും കഠിന പ്രയത്നം ചെയ്തു എന്നാണ് ഇപ്പോഴും ഈ നടപടി കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കലൂർ സെന്റ് ആന്റണീസ് ചർച്ച്. വൈകിട്ട് 6:15 മിഷേൽ ഈ പള്ളിയിലെത്തിയതായി ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ഹൈക്കോടതിയും കടന്ന് ഈ ഗോശ്രീ പാലത്തിലെത്തി ഇവിടെ നിന്നും ചാടി മിഷേൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്.
ഈ പാലം വരെ എത്തിയ മിഷേലിനെ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് മിഷേൽ എന്ത് സംഭവിച്ചു? എറണാകുളത്തെ അന്വേഷണത്തിനിടയിൽ ഒരു അത്യാവശ്യത്തിന് മിഷേലിന്റെ പിതാവ് പിറവത്തെത്തിയതിനു ശേഷം തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ഏതാണ്ട് 2 മണി കഴിഞ്ഞു രാത്രി. അതിനുശേഷമാണ് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോഴും അത് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തുന്നില്ല. അന്ന് കംപ്ലീറ്റ് എറണാകുളത്തോടെ ഉള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി ഏകദേശം ഒരു 2 മണിയോടുകൂടി എനിക്ക് കൊച്ചിൻ്റെ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അത് വീട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോണിലെ നമ്പറും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഫോണിലുള്ള ബോക്സ് അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടും ഞാൻ വീട്ടിലേക്ക് ഞാനും വൈഫും കൂടെ 2 മണിക്ക് ഉള്ളിൽ പോന്നായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടുന്ന് അവർക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം ഈ വൈകുന്നേരം 5:58 ബോഡി കിട്ടി എന്നുള്ളതാണ് പിന്നെ നമുക്ക് അറിയാൻ സാധിച്ചത്. FIR രജിസ്റ്റർ ചെയ്തത്. ആ സമയത്ത് ഈ ഫസ്റ്റ് ഇൻഫോർമൻ്റ് എന്ന് പറയാവുന്ന FI സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിട്ട ഈ പെൺകുട്ടിയുടെ പിതാവ് പിറവത്താണ്. FIRനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6-ാം തീയതി വൈകുന്നേരം 5:58 മണിക്ക് ഞാൻ എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുകയും 5:58 മണിക്ക് തന്നെ മിഷേലിൻ്റെ ബോഡി കണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. 5:58 ഇദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്? ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. മിഷേലിന് ചില മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അവകാശപ്പെട്ടു. ഒപ്പം വീട്ടിലെ പ്രശ്നങ്ങളും ആത്മഹത്യക്ക് കാരണമായെന്ന് പോലീസ് കണ്ടെത്തി. ഈ വീട്ടില് തമ്മിൽ വഴക്കുണ്ടാക്കി മാനസികമായി ബുദ്ധിമുട്ടി മിഷേൽ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു കഥ ചമയ്ക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ ഉറൂബിനെക്കാട്ടിലും SK പൊറ്റക്കാട്ടിനേക്കാളൊക്കെ ഭാവനാശാലികളായ കഥാകൃത്തുക്കൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അവർ ഇതല്ല ഇതിനേക്കാൾ വലിയ പല കഥകളും ഉണ്ടാക്കും. മൃതദേഹത്തിന് 24 മണിക്കൂർ പഴക്കമുണ്ടെന്ന പോലീസിന്റെ കണ്ടെത്തലും ശരീരത്തിലെ മുറിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില പൊരുത്തക്കേടുകളും മിഷേലിന്റെ മരണത്തെ സംശയത്തിന്റെ നിഴലിലാക്കി. ഇതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന മിഷേലിന്റെ വീട്ടുകാർ. എന്നാൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് ആത്മഹത്യയാണെന്ന് പോലീസും. മിഷേലിന്റെ മൊബൈൽ, മോതിരം, വാച്ച് ഇതെവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താൻ കഴിയാത്തതോ അതോ കണ്ടെത്തണ്ടെന്ന് വിചാരിച്ചതോ? മരിക്കുന്ന സമയത്ത് മിഷേലിന്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട ഒന്ന് ഷൂ പോലത്തെ ചെരുപ്പാണ്. അത് ഒരു പക്ഷേ വെള്ളത്തിൽ വീണതിന് ശേഷം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷേ കയ്യിൽ കെട്ടിയ വാച്ച് അത് സ്ട്രാപ്പുള്ള വാച്ചാണ്. അത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നഷ്ടപ്പെട്ടായിട്ട് കാണപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായിട്ട് കയ്യിൽ കിടന്നിരുന്ന റിങ്, അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പോലീസിന് ഇതുവരെയും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ റിങ് ഒരു കാരണവശാലും വെള്ളത്തിൽ ചാടി ഊരിപ്പോകാനുള്ള സാധ്യതയില്ലല്ലോ. മാത്രമല്ല വെള്ളം ചീർക്കുമ്പോൾ അത് പോകാതെ കൂടുതൽ മുറുകാനല്ലാതെ ഊരിപ്പോകാനുള്ള സാധ്യത തീരെ തന്നെയില്ല. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണെന്ന്. മാത്രമല്ല മൃതദേഹം കണ്ടെത്തിയതിന് ശേഷവും പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുന്ന സമയത്തും കടവായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് അത് ഇൻക്വസ്റ്റിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത ഒരാളാണ് എങ്കിൽ ഷോള്, ഹാൻഡ് ബാഗ്, വാച്ച്, മോതിരം, കൊച്ചിൻ്റെ ഷൂവ്, ഇത്രയും സാധനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു സാധനങ്ങൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ആദ്യം കേസ് അന്വേഷിച്ച CI അനന്തലാലും ചില ഉദ്യോഗസ്ഥരും മിഷേലിന്റെ മരണം ആത്മഹത്യ എന്ന വസ്തുതയിൽ തന്നെ ഉറച്ചുനിന്നു. CI അനന്തലാലാണ് ഈ കേസന്വേഷണം നടത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഈ കുടുംബാംഗങ്ങൾ ചെന്നപ്പോൾ പല ദിവസം ചെന്നപ്പോൾ കൊടുക്കാണ്ടിരിക്കുകയും 3 ദിവസം ഈ കുടുംബാംഗങ്ങളുമായിട്ട് കാണാണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അറിയാം ഈ കേസിൽ എന്താണ്, ആരാണ്, എന്തൊക്കെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നറിയാം. അദ്ദേഹം വ്യക്തമായി ഒത്തിരി കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് മോളുടെ അടക്കുന്നതിന് ശേഷം എറണാകുളത്ത് 3 ദിവസം സെൻട്രൽ സ്റ്റേഷൻ്റെ മുമ്പിൽ 3-ാം ദിവസം, ആദ്യത്തെ ദിവസം പോയിട്ട് ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല, 2-ാമത്തെ ദിവസവും ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല, 3-ാമത്തെ ദിവസം ഒരു വലിയ ബഹളമുണ്ടാക്കി. ചാനലുകാരെല്ലാം വരുന്നു, ഞങ്ങൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്
ഈ സാറ് ഞങ്ങളെ കാണാനായിട്ട് അനുവദിച്ചത്. മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒരു കോൺഫറൻസ് വിളിക്കുന്ന പോലെ വിളിച്ചു ചേർക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിക്കുന്നു ഇത് ഒരു ആത്മഹത്യയാണ്, ഏത് CBI അടക്കം അന്വേഷിച്ചാൽ ഇത് കൊലപാതകം തെളിയിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്തിമ വിധികർത്താവുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇനി ആരും വരില്ല എന്ന വ്യക്തമായ ആ സാറിൻ്റെ തീരുമാനമാണ് അങ്ങനെ ഞങ്ങളെ അറിയിക്കാൻ കാരണം. അനന്തലാലിൻ്റെ ഭാഗത്ത് മാത്രമല്ല, പിന്നീടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് ആത്മഹത്യയാണെന്ന് ആദ്യമേ ഉറപ്പിച്ച രീതിയിൽ പിന്നെ അതിന് ഉപോത്ബലകമായ തെളിവുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മിഷേൽ ഷാജി മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിച്ചിരുന്നു എന്ന രീതിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ പോലീസിൻ്റെ ഒരു അന്വേഷണമുണ്ട്. ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഉമാദത്തന്റെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മിഷേലിന്റെ കുടുംബം കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈയിടെ അന്തരിച്ച പ്രമുഖ ഫോറൻസിക് വിദഗ്ധനായിരുന്ന ഡോക്ടർ ഉമാദത്തൻ്റെ അഭിപ്രായം തേടുകയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ വലിയ സംശയമാണ് പ്രകടിപ്പിച്ചത്. ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുന്നു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടും മിഷേലിന്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ച ചില സാധ്യതകളെ അസാധുവാക്കുന്ന നടപടികളാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായത്. ആത്മഹത്യ എന്ന വാക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ പോലീസ്, ഇപ്പോഴേ ക്രൈംബ്രാഞ്ചും. മിഷേൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും മിഷേലിന്റെ കുടുംബം. കലൂർ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ മിഷേലിനെ ബൈക്കിൽ പിന്തുടർന്ന 2 ചെറുപ്പക്കാരെ കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാത്തതും നിരാശാജനകം. ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളിൽ മിഷേലിനെ പിന്തുടർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ചെറുപ്പക്കാരാരാണെന്ന് കണ്ടുപിടിക്കുക ഇന്നേ ദിവസം വരെ പോലീസിന് സാധിച്ചിട്ടില്ല. ആ ദിശയിൽ ശരിയായ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നിട്ടുണ്ട്. ബെഹ്റയുടെ അടുത്ത് ഈ കാര്യം ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കാര്യമല്ല അന്വേഷിച്ചായിരുന്നു, അവരെ കണ്ടെത്തിയില്ലോ, ഇനി അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനില്ല എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞ് തന്നെ ഞങ്ങൾ മടക്കി അയക്കുകയത്. വേറെ കൂടുതൽ യാതൊരു ഡിസ്കസും അവിടെ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ 3-4 പേര് ഇത്രയും വലിയ ഒരു കേസുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് പരാതി രേഖപ്പെടുത്താനുണ്ടോ എന്നുള്ള ഒരു എൻക്വയറി അവിടെ ഞങ്ങളോട് ചോദിച്ചില്ല. ഇത് ഇവരെ കുറിച്ചെല്ലാം ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു, ഇതിൻ്റെ കേസ് ഇനിയും ഒന്നും പ്രത്യേകിച്ച് അന്വേഷിക്കാനില്ല, ഇതെല്ലാം തീർന്നതാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ എത്രയും വേഗം ഒരു 5 മിനിറ്റ് പോലും എടുക്കാണ്ട് ഞങ്ങളെ മടക്കി അയക്കുകയാണ് ചെയ്തത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവിനെയും അയാളുടെ സുഹൃത്തിനെയും കുറിച്ച് സംശയമുള്ളതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. മിഷേലുമായി സൗഹൃദം ഉണ്ടായിരുന്ന ക്ലോണിൻ എന്ന യുവാവിനെ പോലീസ് മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. എൻ്റെ അടുത്ത് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയ കൊച്ചാണ്. ഞങ്ങൾ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏത് റിലേഷൻഷിപ്സിലും ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ പിണക്കം, അല്ലാണ്ട് അതിൽ കൂടുതൽ ഞങ്ങളുടെ ഇതിലായിരുന്നു. ക്ലോണിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായിട്ടും സംശയാസ്പദമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ ക്ലോണിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് പ്രേമാഭ്യർത്ഥന നടത്തി കാണാം. അതും ഈ ദുരൂഹ മരണവും തമ്മിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്ക് വളരെ സംശയം. ക്ലോണിൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മക്കൾ എൻ്റെ മോളുമായിട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് അങ്ങനെ സെൻറ്റ് ഫിലോമിനെ വിട്ട് അങ്ങനെയാണ് ഈ മോളെ പരിചയപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ അതിനുശേഷം മോളുമായിട്ട് സംസാരിക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫോണിനും ആ ഇടപെടലും അവന് മോളെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ആ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോൾ മോള് അതിന് വിസമ്മതിക്കുകയും ഈ 2017 ജനുവരിയിൽ ഇനി എന്നെ വിളിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് പറയുകയും ചെയ്തു. ക്രോണിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ആ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സംസാരിച്ചതായിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്. എൻ്റെ പപ്പയും മമ്മിയും ആരെ കാണിച്ചു തരുന്നോ അവരെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരത്തി ചോദിച്ചെന്ന്, നീ പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ആലോചനയായിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇഷ്ടക്കുറവുണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, ആരെ എൻ്റെ പപ്പയും മമ്മിയും കാണിച്ചു തരുന്നോ അവരെ കല്യാണം ഞാൻ കഴിക്കും, അത്രയേ ഉള്ളൂ, എനിക്കതല്ലാണ്ട് അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് ആ അമ്മയുടെ അടുത്ത് പറഞ്ഞതായിട്ട് കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ മെസ്സേജുകൾ 350ഓളം മെസ്സേജുകൾ ഈ കുട്ടിക്ക് ക്രോണിൻ അയച്ചതായി അല്ലെങ്കിൽ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ അയച്ചതായി പറയപ്പെടുന്നു. പക്ഷേ ഇതൊന്നും പരിശോധിക്കുമ്പോൾ തയ്യാറായിട്ടില്ല. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ
ഇതടക്കം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വലിയ ബെൻബലമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടിയിട്ട് പോലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലും ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പിന്തുടർച്ചയാണോ എന്നും ഗൗരവമായി ജനം ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ക്ലോണിൻ ഇന്നും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. മലയാള സിനിമയിലെ ഒരു താരപുത്രന്റെ സഹായവും ഇയാൾക്ക് ലഭിച്ചതായി വിവരമുണ്ട്. പേരൻസ് പറയുന്നത് പോലെ സിനിമാ ലോകത്ത് ഉന്നതനായ ഒരു വ്യക്തിയുടെ മകന്റെ സ്വാധീനവും ഇതിനകത്തുണ്ട് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. ഒരു സിനിമാ നടന്റെ മകൻ ഇവന്റെ ഫ്രണ്ടായിട്ട് വന്നിട്ടുണ്ട്. അവര് ഒന്നിച്ച് സഞ്ചരിക്കുകയും നടക്കുകയും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അത് പിറവം ഏരിയയിൽ നിന്നും പെരുവ ഏരിയയിൽ നിന്നും എല്ലാ ജനങ്ങളും പറയുമ്പോഴാണ് ഞങ്ങളും അത് കൂടുതലായിട്ട് അറിഞ്ഞത്. ആദ്യം ഞങ്ങളും അത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമാ നടൻ്റെ മകനുമായിട്ടുള്ള ബന്ധമാകാം ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഉന്നത സ്വാധീനം ചെലുത്താൻ ഇവനെ സഹായിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മിഷേൽ ഷാജി വർഗീസിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ CID 24 അടുത്ത എപ്പിസോഡിൽ.